ആഴ്ച ലോകത്ത് നടന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും ചരിത്രം മാറിമറിയുന്ന കുറച്ച് സംഭവങ്ങളാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന വഴിയാണല്ലോ ഇത്. ചൈന ഇറാനിലേക്ക് ആയുധം നൽകില്ലെന്ന് ഉറപ്പ് നൽകിയെന്നും അതുകൊണ്ട് ഈ കടൽപാത ഇനി ലോകത്തിനായി തുറന്നു കൊടുക്കുകയാണ് എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ചൈനയും ഇറാനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ നയതന്ത്ര നീക്കം തന്നെയാണ്. പക്ഷെ ചൈന ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. ഇതിനിടെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നത്. ഇവിടെ രസകരമായ കാര്യം പാകിസ്ഥാന്റെ ഇടപെടലാണ്. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സൗദിയിലും തുർക്കിയിലും ഒക്കെ ഓടി നടന്ന ചർച്ചകൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ നേരെ ഇറാനിലേക്കാണ് പോയത്. ഇത് കണ്ടപ്പോൾ ലോകം വീണ്ടും ചോദിച്ചുപോയി, പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരി ആരാണ് എന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണോ അതോ സൈന്യമാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന ആ ഒരു പഴയ സംശയം ഈ നീക്കത്തിലൂടെ ഒരിക്കൽ കൂടി എന്തായാലും ഉറപ്പിക്കപ്പെടുകയാണ്. മറ്റൊരു ആശ്വാസ വാർത്ത വന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെയാണ്. ഇസ്രയേലും ലെബനനും തമ്മിൽ ഒരു 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. ട്രംപ് നേരിട്ട് ഇടപെട്ടാണ് ഈ താൽക്കാലിക സമാധാനം ഉണ്ടാക്കിയത്. ഇതൊരു പക്ഷേ ഇറാനുമായുള്ള വലിയ ചർച്ചകൾക്ക് ഒരു തുടക്കവുമായേക്കാം. എന്നാൽ യൂറോപ്പിലേക്ക് നോക്കിയാൽ കഥ ആകെ മാറി. 16 വർഷം ഹംഗറി ഭരിച്ച ദേശീയവാദി നേതാവ് വിക്ടർ ഓർബൻ തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് തന്നെ തോറ്റു. ലിബറൽ ജനാധിപത്യത്തിനെതിരായി നിന്നിരുന്ന ഓർബന്റെ പതനം ട്രംപിനെ പോലെയുള്ള വലതുപക്ഷ നേതാക്കൾക്ക് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഇതൊക്കെ രാഷ്ട്രീയമാണെങ്കിൽ സാങ്കേതികമായിട്ടും അതേപോലെ തന്നെ ഗതാഗതപരമായും ഏഷ്യ കഴിഞ്ഞ ആഴ്ച കുറച്ച് കഷ്ടപ്പെട്ടു. ഇന്ത്യയും ജപ്പാനും അടക്കം പല രാജ്യങ്ങളിലും വിമാന സർവീസുകളും താറുമാറായി. ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. അതുപോലെ അമേരിക്കൻ രാഷ്ട്രീയത്തില് വല്ലാത്തൊരു ട്രോൾ മഴ തന്നെയായിരുന്നു. JD വാൻസ് പിന്തുണയ്ക്കുന്നവരൊക്കെ തോൽക്കുന്നു എന്ന പേരില് വാൻസ് ശാപം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾ നടക്കുന്നുണ്ട്. ട്രംപിനെ യേശുവിനോട് ഉപമിച്ച് വന്ന AI ചിത്രങ്ങളും വലിയ വിവാദമായി. ചുരുക്കത്തില് ലോകത്തിന്റെ ഒരു മൂലയിൽ സംഭവിക്കുന്ന മാറ്റം മറ്റൊരിടത്ത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് തെളിയിച്ച ഒരാഴ്ച തന്നെയായിരുന്നു ഈ കടന്നുപോയ ഒരാഴ്ച.